ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്, ഒരു ലോങ് ട്രിപ്പാണ്. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി ഫാമിലിയോടൊത്തുള്ള ഒരു ഡ്രൈവാണ്. അതിരാവിലെയുള്ള തൃശ്ശൂർ കാഴ്ചകളും കണ്ട് നമുക്ക് യാത്ര തുടങ്ങിയാലോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല ശോഭയോടെ നിൽക്കുന്ന പാറമേക്കാവ് ക്ഷേത്രം നമുക്ക് കാണാം. തൃശ്ശൂർ റൗണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്തു തുടങ്ങി. സ്വരാജ് റൗണ്ടിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആയി. അങ്കമാലി എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടലുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. യാത്ര തുടങ്ങിയപ്പോൾ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ? കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ്. അതെ, വാഗമണ്ണിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സാധാരണ നമ്മളൊക്കെ ഒരു ക്യുക്കായിട്ടൊരു ട്രാവൽ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മൂന്നാർ അല്ലെങ്കിൽ വാഗമണ്ണ്, ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ തിരക്ക് പിടിച്ച ഒരവസ്ഥയിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഹിൽ സ്റ്റേഷൻസ് ഏതാണ് കൂടുതൽ ഭംഗിയെന്ന് ചോദിച്ചാൽ മൂന്നാർ, വാഗമൺ, കുറേ ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിന് പ്രത്യേകിച്ചും. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആണെന്നാണ് അതിനും ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെ പറയുമ്പോൾ ഇടുക്കി എന്തുകൊണ്ടും മിടുക്കി തന്നെ അല്ലേ? പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിനെ ആകട്ടെ ചെല്ലപ്പേരെന്താണെന്നറിയില്ലേ? കാശ്മീർ ഓഫ് സൗത്ത് ഇന്ത്യ. അതുപോലെ സ്വിറ്റ്സർലൻഡ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് വാഗമണ്ണുമാണ്. സഞ്ചാരികളിൽ കൂടുതൽ പേരും ഫാമിലി ആയിട്ടും ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാനൊക്കെ വരുന്നത് മൂന്നാറിലേക്കോ വാഗമണിലേക്കോ പരിസര പ്രദേശങ്ങളിലേക്കോ ഒക്കെയാണ്. ഇവിടെ റോഡുകൾക്കൊന്നും അധികം വീതിയൊന്നുമില്ല. ഒരു മലമുകളിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ്. വിശാലമായി പരന്നു കിടക്കുന്ന മലനിരകൾ തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇതിനും കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിരാവിലെയൊക്കെ ആണെങ്കിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ കഴിയും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണെന്ന് കേട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ഹിൽ വ്യൂ തന്നെയാണ്. വലിയ നാഷണൽ ഹൈവേ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. നല്ല നാരോ റോഡാണ്. കുറച്ച് ഹൈ റേഞ്ചൊക്കെ കയറാനുണ്ടെങ്കിലും എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് വാഗമൺ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വർഷത്തിൽ മുഴുവൻ തന്നെ ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും.
മൺസൂൺ സമയത്തൊക്കെയാണ് പോകുന്നതെങ്കിലേ നല്ല മഴയും പ്രതീക്ഷിക്കാം. കൂടാതെ കുറച്ച് സ്ലിപ്പറിയും ആയിരിക്കും. വാഗമണിലെ സീസൺ എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്, പിന്നെ ഡിസംബർ ടു ഫെബ്രുവരി ആണ്. കൂടുതൽ സഞ്ചാരികളും വരുന്നത് ഈ ഒരു വിൻ്റർ ആഘോഷിക്കാനാണ്. ഇവിടുത്തെ വിൻ്റർ എന്ന് പറയുമ്പോൾ അത് മഞ്ഞുകൊണ്ട് മൂടിയിട്ടുള്ളൊരു വാഗമണ്ണാണ്. വാഗമണ്ണിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നല്ലേ, മിക്കവാറും പേര് വാഗമണ്ണൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരായിരിക്കും. പൈൻ വാലി, സൂയിസൈഡ് പോയിന്റ്, തങ്കൽപ്പാറ, മുരുകൻമല, കുരിശുമല, ബോട്ടിങ്ങിനും പലവിധ അഡ്വഞ്ചർ റൈഡ്സിനുള്ള കുറേയധികം അവസരങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു വാഗമണിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ കൂൾ ക്ലൈമറ്റ് ഫീൽ ചെയ്തു. കുറേശ്ശെ മഞ്ഞുണ്ട് കേട്ടോ. ഈ പാറക്കൂട്ടങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി തോന്നില്ല അല്ലേ? പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ ഈ പച്ച പുല്ല് പിടിച്ചു വരുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാസ്മരിക ലോകത്ത് എത്തിയ പോലെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഇറങ്ങി കുറച്ചു നേരം ആ ഫ്രഷ് എയർ ഒന്ന് ശ്വസിക്കാമെന്ന് വിചാരിച്ചു. ശാന്തമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രം. കുറച്ചു നേരം ഇരുന്ന് ക്ഷീണിച്ചുകൊണ്ട് ഇനി കുറച്ച് കാഴ്ചകൾ ആസ്വദിക്കാം അല്ലേ? ഇടുക്കി വാഗമൺ ട്രിപ്പ് എളുപ്പത്തിൽ പ്ലാൻ ചെയ്യാവുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ 2-3 ദിവസമൊക്കെ ആ പാക്കേജിൽ ഉൾപ്പെടുത്തണം. മനസ്സിൽ ആഴത്തിൽ പതിയാനുള്ള ബ്യൂട്ടിയുണ്ട് വാഗമണിന്. ക്വീൻ ഓഫ് മിസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല. പലരും 1 ഡേ ട്രിപ്പിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വാഗമൺ. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് വാഗമണിൽ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുന്നത് കുറേ മൊട്ടക്കുന്നുകളുണ്ടെന്നാണ്. പോകുന്ന വഴിയിൽ തന്നെ ഇതൊക്കെയാണ് കാഴ്ച എങ്കിൽ വാഗമണിൽ എത്തുമ്പോൾ എന്താവുന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാഗമൺ വിസിറ്റ് ചെയ്യുന്നത്.
ഫാമിലിയിലുള്ളവരെല്ലാം തന്നെ വാഗമണ്ണൊക്കെ വിസിറ്റ് ചെയ്തവരാണ്. പക്ഷേ വീണ്ടും കാണുന്നതിൽ ആർക്കും ഒരു ബോറടിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒരുമിച്ച് കീപ്പ് ചെയ്യാൻ മനസ്സിന് കുറച്ച് സമയം കൂടി കൊടുക്കണം. അതുകൊണ്ടാണ് ഈ 2-3 ദിവസം ഇവിടേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എടുക്കണമെന്ന് പറയാൻ കാരണം. നമ്മളൊരു സദ്യയൊക്കെ കഴിക്കുമ്പോൾ അതിലുള്ള എല്ലാ വിഭവങ്ങളും കൂടി കൂട്ടിക്കുഴച്ചല്ലേ പലരും കഴിക്കുന്നത്. പക്ഷേ അതിൽ വിളമ്പുന്ന ഓരോ കറികൾക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഈ സദ്യ കഴിക്കുമ്പോഴേ ആ ചോറിനൊപ്പം ഓരോ കറികളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴിക്കുന്നു. ഇപ്പം ഞാനെന്താ സദ്യയുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയില്ലേ? എന്നാൽ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ഈ വാഗമണ്ണിൽ വന്നാലേ മൊത്തം പച്ചപ്പാണ്. കുറേ മലനിരകൾ, കുറേ പുൽമേടുകൾ, കുറേ പാറക്കൂട്ടങ്ങൾ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സദ്യ എന്ന്. പോകുന്ന വഴി മുഴുവൻ തന്നെ കാഴ്ചകളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ വാഗമണ്ണിന്. അപ്പോൾ ഓരോ കാഴ്ചകളും മൃഷ്ടാനം ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് മൊത്തം ടീ എസ്റ്റേറ്റുകളാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ വാഗമണ്ണിന് എന്താണ് ഹിസ്റ്ററി എന്നല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നുമില്ല. എന്നാൽ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരാണ് ഈ പ്ലാന്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1926 ടീ പ്ലാന്റേഷൻസ് കൂടുതലായിട്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഹൈ റേഞ്ചും നല്ല ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ പല കമ്പനികളും ടീ പ്ലാന്റേഷൻസ് ഇവിടെ തുടങ്ങി. വർഷം മുഴുവൻ അത്യാവശ്യം മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൂൾ ക്ലൈമറ്റാണ്. ഏകദേശം 10 to 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ മാക്സിമം വരുന്നത്. ഇവിടെയൊക്കെ കുറച്ചു നേരം ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല ശുദ്ധവായുവും ഇളങ്കാറ്റും നല്ലൊരു വെളിച്ചവും കൂൾ ക്ലൈമറ്റും ഒക്കെ ആകുമ്പോൾ എത്ര തിരക്ക് പിടിച്ചു വരുന്ന ആൾക്കാരായാലും ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടേ പോവുള്ളൂ. നിങ്ങൾ എന്താണ് വാഗമണ്ണിൽ പോയിട്ട് കണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതൊക്കെ ഒരു ഫീലാണ്. ചില ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റില്ല എന്നല്ലേ പറയാറ്, അതുപോലെ. ഈ ഒരു ഏരിയ മുഴുവൻ തന്നെ വിരിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും അതിനിടയിലെ കാറ്റാടി മരങ്ങളും ഒക്കെയാണ്.
വിന്റർ സീസണിലൊക്കെ ഇതുവഴി പോകുമ്പോൾ മഞ്ഞിൽ പൊതിച്ചായിരിക്കും ഈ വഴികൾ ഉടനീളം കിടക്കുന്നത്. മരുഭൂമി കണ്ട് വളർന്ന പിള്ളേർക്ക് ഈ കാഴ്ചകളും ഈ കാറ്റും എല്ലാം തന്നെ വാക്കുകൾക്ക് അപ്പുറമാണ്. അങ്ങനെ വളഞ്ഞു വളഞ്ഞെടുക്കുന്ന കുറേ റോഡുകളൊക്കെ താണ്ടി നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂസൊക്കെ കണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ തടാകത്തിൻ്റെ അടുത്താണ്. മലകൾ കണ്ടു, പാറക്കൂട്ടങ്ങൾ കണ്ടു, നല്ല പച്ച വിരിച്ച പുൽമേടുകൾ കണ്ടു. ഇപ്പോൾ വെള്ളം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നടന്ന് കാണാം അല്ലേ. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ കാണാൻ നിങ്ങൾ കീപ് ഓൺ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 at Jack Jones.